മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ ദുരന്തത്തിൽ മരണമാകെ 17 നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നടരാജ്, എന്താണ് വിശദാംശം? 16ാമത്തെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ കാര്യം, 16ാമത്തെ മരണമാണ് നിഷാദ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്നാണ് അറിയുന്നത്. തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷ് ആണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. രാകേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. നാട്ടിൽ വളരെ സജീവമായി നിൽക്കുന്ന യുവാക്കളിൽ ഒരാളായിരുന്നു. പുലികളി സംഘങ്ങളിൽ വളരെ സജീവമായി നിന്നിരുന്ന യുവാവായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ വെടിക്കെട്ട് നിർമ്മാണത്തിലും മറ്റും സജീവമായി നിന്നിരുന്ന വ്യക്തി കൂടിയായിരുന്നു രാകേഷ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് ഇടതുപക്ഷത്തിന്റെ വേണ്ടി മത്സരിച്ച ആലങ്കോട് രാകേഷിന്റെ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുലിവേഷത്തിൽ രാകേഷ് വന്നതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. എന്തായാലും രാകേഷ് കൂടി വിടവാങ്ങി എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തൃശൂർ പൂരം കഴിഞ്ഞ ദിവസം പകിട്ട് കുറച്ച് ആഘോഷിക്കുന്നതിനിടയിൽ പൂരം വർണ്ണാഭമാക്കാൻ ശ്രമിച്ച പലരും ഇപ്പോഴും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാകേഷിന്റെ മരണം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചത്. നടരാജാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടത്തിക്കോട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായ വെടിക്കെട്ട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിലെ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു.